മലപ്പുറം ഇപ്പോഴാണ്, ഈ അടുത്ത കാലത്താണ് ഈ ഫുട്ബോളിന്റെ ആവേശം ഏറ്റവും കൂടുതൽ ഉള്ള യുവാക്കള് മലപ്പുറത്താണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ച ഒരു 10 വർഷത്തിന് ശേഷം. ആയിക്കോട്ടെ, പക്ഷേ കണ്ണൂർ ടൗണിൽ ചെറിയ കുട്ടികൾക്കുള്ള കോച്ചിങ് ക്ലബ്ബ് അടക്കം ഒരു 50 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കോച്ചിങ് ക്ലബ്ബ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് പരിശീലനം. അതിൽ അന്ന് റെഡ് സ്റ്റാർ, ലക്കി സ്റ്റാർ, മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ അങ്ങനെയുള്ള നിരവധി ടീം കൽക്കത്തയിൽ നിന്ന് വന്ന് കണ്ണൂരിന്റെ മൈതാനത്ത് ഫുട്ബോൾ കളിച്ചിരുന്നു എന്നത് യഥാർത്ഥത്തിൽ അന്ന് മലപ്പുറത്ത് അതൊരു കളി അത്ര വലിയൊരു ഇതായിരുന്നില്ല. എന്റെ കുട്ടിക്കാലത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു 10, 50, 60 വർഷങ്ങൾക്ക് മുമ്പ്. മലപ്പുറം ജില്ലയില്ല എന്നല്ല, മലപ്പുറത്ത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഫുട്ബോൾ എന്നത് ഏറ്റവും ലോകത്തിന് മുൻപിൽ അത് എന്താ പറയാ, അവരുടെ ഒരു അനുഭവത്തിലൂടെ, അവരുടെ പ്രകടനത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മലപ്പുറത്തുള്ള യുവാക്കളാണ്. അത് പറയുമ്പോൾ ഈ ഫുട്ബോൾ എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. ഈ യൂട്യൂബില് മറിമായം എന്ന് പറയുന്ന ഒരു ചെറിയ സീരിയലില് ഒരു പോയ വരാനുണ്ട്. പോയ വരുന്നത് എപ്പോഴും നമ്മുടെ മെസ്സിയുടെ യൂണിഫോം ധരിച്ച്, 10-ാം നമ്പർ ധരിച്ച്, എന്നിട്ട് ഒരു ചെറിയ എന്റെ കുഞ്ഞാണ് മെസ്സി എന്ന് പറഞ്ഞ മെസ്സിയെ പോഴ്ത്തുന്ന ഒരു രസകരമായിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. മെസ്സി ഇന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു താരമാണ്, അതിൽ ആർക്കാ സംശയം? മെസ്സിയെ ആരാധിക്കാത്തവരുണ്ടോ? മെസ്സിയെ സ്നേഹിക്കാത്തവരുണ്ടോ? മെസ്സിയുടെ ആ മാസ്മരികമായിട്ടുള്ള കളി കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? ഉണ്ടാവില്ല. കാരണം അത്രയും നല്ലതാണ്. ഇപ്പൊ സെമി ഫൈനലിൽ നമ്മൾ കണ്ടത് എന്താ? ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മില്, നല്ല ഇരു ടീമും തമ്മില് വളരെ ശക്തമായ ഏറ്റുമുട്ടലാണ്. ഒരുപോലെ പൊരുതി. പക്ഷെ ഇംഗ്ലണ്ട് ഏറ്റവും നന്നായിട്ട് പൊരുതി. നമ്മളത് കാണാതിരിക്കാൻ പാടില്ല. നല്ലൊരു ടീമായിരുന്നു. അർജന്റീനയേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട കളി ഇംഗ്ലണ്ടിന്റെ ടീം കളിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവസാനത്തെ 2 അസിസ്റ്റ് സഹായം മെസ്സിയുടെ ഭാഗത്തുണ്ടായിരുന്നില്ല എങ്കിൽ ആരായിരുന്നു ജയിക്കുക? ഇംഗ്ലണ്ട് ആയിരുന്നു ജയിക്കുക. ഏറ്റവും അവസാനത്തെ, അതായത് ഇവിടെ എടുത്തു പറഞ്ഞു, ഏറ്റവും അവസാനത്തെ ആ പാസ് നമ്മുടെ മെസ്സി നടത്തിയപ്പോ അത് ഇംഗ്ലണ്ടിലെ 2 താരങ്ങൾ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ അർജന്റീനയുടെ ഒരു താരമാണ് അത് ഹെഡ് ചെയ്ത് ബോൾ വരെ എത്തിയിട്ടത്. ഇല്ല, അത് ആ ബോൾ വരുന്നതും ശരിക്കും ഒരു കണ്ട് നമുക്ക് വീണ്ടും 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 കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊതി തോന്നുന്ന വിധത്തിലുള്ള ഒരു പാസിംഗ് ആയിരുന്നത്. പക്ഷെ 2-3 പേര് ഇംഗ്ലണ്ടിലെ താരങ്ങൾ അവിടെ ഉണ്ടായിട്ടും അവർക്കൊന്നും ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതില്ലായിരുന്നെങ്കിൽ, ആ രണ്ട് തവണ മെസ്സി സഹായിച്ചിരുന്നില്ല എങ്കിൽ ഇംഗ്ലണ്ട് ജയിക്കുമായിരുന്നു. അപ്പോ ടീമല്ല പ്രധാനം, അവിടെ മെസ്സിയുടെ ആ മാസ്മരികമായ കാലിന്റെ എന്താ പറയാ, കാലുകൊണ്ടുള്ള മാന്ത്രികമായ സ്പർശമാണ് യഥാർത്ഥത്തിൽ അർജന്റീനയെ ജയിക്കാനിടയാക്കിയിട്ടുള്ളത്. ഞാൻ അർജന്റീനയോടൊപ്പമാണ് എന്ന് പറയുമെങ്കിലും, ഞാൻ പണ്ട് പിന്നെ ഡിഗോ മറഡോണ കണ്ണൂരിൽ വന്നിട്ടുണ്ട്. കുറെ കാലം കണ്ണൂർക്കാർക്ക് ഈ മറഡോണ വന്നതിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു. കണ്ണൂർ എപ്പോ നോക്കിയാലും ഈ മറഡോണ. അവസാനം അവിടെയുള്ള താമസിച്ച ഹോട്ടലിലെ ഇപ്പോഴും എന്താ ചെയ്തെന്നറിയോ? അദ്ദേഹം കഴിച്ച ഫിഷിന്റെ എല്ല് ഫോട്ടോ എടുത്ത് അത് മുറിയില് മറഡോണ, അത് ആർക്കും കൊടുക്കാറില്ല, മറഡോണ താമസിച്ച റൂം, അത് മറഡോണ കഴിച്ച ഫിഷിന്റെ എല്ല്. ഇതൊക്കെയാണല്ലോ ഈ സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും ഏതൊക്കെ വിധത്തിൽ അത് പ്രകടിപ്പിക്കണമെന്ന് അറിയാതെ പല വിധത്തിലുള്ള പ്രകടിത രൂപങ്ങൾ വരാറുണ്ട്. അതിലൊന്നാണ് നമ്മുടെ കണ്ണൂരിലെ ബ്ലൂ നൈലിലെ ഒരു റൂം. അപ്പൊ ഞാൻ പറയുന്നത്, അത് പെലെ ആയാലും ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ താരങ്ങളെ സംബന്ധിച്ചും നമുക്കറിയാം. ഇപ്പൊ നമ്മള് ഇവിടെ പറഞ്ഞിട്ടുള്ള നിരവധി പേര്, ഇപ്പൊ എംബാപ്പയാണ് നമുക്ക് ഗോൾഡൻ
ബൂട്ട് അടിക്കുക എന്ന് പറഞ്ഞു. അത് ശരിയായിരിക്കാനാണ് സാധ്യത. അല്ല ഇനിയിപ്പം മെസ്സി അടിച്ചാൽ, പക്ഷെ മെസ്സിക്ക് കിട്ടണമെന്ന് എന്റെ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മെസ്സിക്ക് ഇനി ഇപ്പൊ തന്നെ 38 വയസ്സായി. എംബാപ്പയ്ക്കാണെങ്കിൽ 38 ആയിട്ടുള്ളൂ. പക്ഷെ 38 ആയിട്ടുള്ളൂ. പക്ഷെ എംബാപ്പയ്ക്ക് വളരെ ചെറിയ പ്രായക്കാരനാണ്. അദ്ദേഹത്തിന് ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട്. ഇഷ്ടംപോലെ നമുക്ക് ഈ ഒരു മെഡൽ വാങ്ങാനുള്ള അവസരവും കിട്ടും. അപ്പൊ ഇത്തവണ അത് മെസ്സിക്ക് കിട്ടണം. മെസ്സി പറയുന്നു ഞാൻ അവസാനത്തെ പിന്നെ ഗെയിം ലോകകപ്പാണ് എന്നൊക്കെ പങ്കെടുക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് വിശ്വസിക്കാനൊന്നും പറ്റില്ല, എല്ലാവരും സമ്മതിക്കൂല. പക്ഷെ എന്നാൽ പോലും ഇത് അദ്ദേഹത്തിന് കിട്ടണം എന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. ഞാൻ അർജന്റീനയോടൊപ്പമാണ് എന്ന് പറയുമെങ്കിലും ഈ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഏത് കളിയിലായാലും ഞാനൊരു കളിയുടെ ആരാധികയാണ്. സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ഫുട്ബോൾ ഒരിക്കലും പെൺകുട്ടികളുടെ കളിയായിട്ടില്ല. ഇപ്പോഴും അതിനൊരു സെക്കൻഡ് നേരം മാത്രമേ ഉള്ളൂ. ഈ പെൺകുട്ടികൾ ഇപ്പൊ നല്ല ഫുട്ബോളർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും പെൺകുട്ടികളുടെ ഫുട്ബോൾ അതൊരു രണ്ടാം നിരയിൽ മാത്രം കാണുന്ന ഒന്നാണ്. അതിന് മറ്റുള്ളവരോടൊപ്പം എത്തിയിട്ടില്ല. എന്താ ഫുട്ബോളിന്റെ പ്രത്യേകത? എല്ലാ കളികളിലും ഒരു സെക്കൻഡെങ്കിലും രണ്ടു കാലും ഒന്നിച്ച് നിലത്ത് നിർത്തിയിട്ട് ഒന്ന് ശ്വാസം കഴിക്കാൻ പറ്റിയെന്ന് വരും. ക്രിക്കറ്റിലാണെങ്കിൽ പോലും, ഏതിലാണെങ്കിലും. പക്ഷെ ഫുട്ബോൾ കളി തുടങ്ങിയാൽ വിസിലടിച്ച ഒരു സമയം ആക്കുന്നവരെ രണ്ടു കാലം ഒന്നിച്ചൊരു സ്ഥലത്ത് വെച്ച് ഒരു താരത്തെയും നമുക്ക് കാണാൻ സാധ്യമല്ല. ഓടിക്കൊണ്ടേയിരിക്കും. അത്രയും കരുത്തും അത്രയും കായികക്ഷമത, കരുത്ത്, മനസാന്നിധ്യം എല്ലാം കൂടി ഒന്നിച്ചു വേണ്ടുന്ന ഒരു മഹത്തായ ഗെയിമാണ് നമ്മുടെ ഫുട്ബോൾ. മറ്റൊന്നിനും ആ ഒരു പ്രത്യേകതയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നന്നായിട്ട് കളിക്കുന്നത് ആരോ അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. കൂടുതൽ ആരാണ്? പക്ഷെ രണ്ട് ടീമും ഒരുപോലെ നന്നായിട്ട് കളിക്കുന്നവരായിരിക്കണം. എങ്കിലേ നമുക്ക് ആകർഷണീയത ഉണ്ടാവുള്ളൂ, നമുക്കും ഒരു ആവേശം ഉണ്ടാവുള്ളൂ. അല്ല ഒരു ടീം ദുർബലവും മറ്റൊരു ടീം ശക്തവുമായാൽ പോയി. രണ്ട് ടീമും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രണ്ട് ടീമായിരിക്കണം. അങ്ങനെയാവുമ്പോൾ നമുക്ക് കാണികൾക്ക്, കായിക പ്രേമികൾക്ക് വളരെയധികം ആവേശം ഉണ്ടാവും. ഇവിടെ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഒരു ടീം ജയിക്കണം എന്ന് പറയുമ്പോൾ അർജന്റീനയുടെ ടീമിന്റെ ഒരു കളി നോക്കിയാൽ സ്പെയിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അർജന്റീന ജയിക്കണമെന്നായിരുന്നു ആദ്യം എനിക്ക് ആഗ്രഹമെങ്കിൽ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു മനസ്സുമാക്കാത്ത ഒരാളല്ല. ഞാൻ സ്പെയിൻ ജയിക്കും എന്ന എന്റെ മനസ്സ് പറയുന്നത് സ്പെയിൻ ജയിക്കുന്നു.